ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മച്ചിയുടെ കസിന്റെ വീട്ടിൽ പോവാണ്. സോ ഗൈസ്, ഞങ്ങൾക്ക് ഇന്നൊരു സ്ലീപ്പ് ഓവർ ഉണ്ട് കേട്ടോ. വേറെ എവിടെയല്ല, എന്റെ മേമാന്റെ വീട്ടിൽ തന്നെയാണ്. തിരൂര് പുല്ലൂരാണ് കേട്ടോ അവരുടെ വീട്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണേ. അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാം ഒരു ജ്യൂസ് കൊണ്ട് തന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ഈ പാലും പഴക്കെട്ട് അടിച്ചിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷെ ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങള് എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ. ഹെമിയാണ് നമ്മളുടെ മെയിൻ കഥാപാത്രം. അവളെ ചുറ്റിപ്പറ്റി അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഞങ്ങളൊക്കെ. നേരം വെളുത്തിട്ടും അവളിടുന്ന് വിട്ടുമാറാൻ ഞങ്ങൾക്ക് ആർക്കും നേരം ഉണ്ടായിട്ടില്ല കേട്ടോ. അവളിപ്പോ ഏകദേശം ഇണങ്ങി വന്നിട്ടുണ്ട്. അലീനക്കും ജിനോനും അവിടെ നിന്ന് തന്നെ ഡാൻസ് കളിക്കണം എന്നുള്ള ഭയങ്കര വാശി. പിന്നെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കണ്ടേ, അവരോട് അങ്ങ് കളിച്ചോളാൻ പറഞ്ഞു. ഇതിനിടയിൽ മുബിയുടെ ഹസ്ബൻഡ് ജംഷി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ മോളെയും കൊണ്ട് പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മേമയുടെ മോള് പറഞ്ഞ് ഇവിടെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട്, കാണാൻ പറ്റിയ സ്ഥലമാണ്, നമുക്കവിടെ പോയിട്ട് കളിക്കാം, കുളിക്കാം, റീൽസ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടർ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുക കേട്ടോ. ഒരു ഏത് പുഴ പോലത്തെ സ്ഥലത്തേക്കാണ് അല്ലേ, പോയി നോക്കാം. പ്രകൃതി രമണി. വാവ്. ഗായ്സ്, നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്തുള്ള ഒരു തിരൂര് പുല്ലൂര് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ കൂടെ നമുക്ക് ട്രെയിന് പോകുന്നതും കാണാം. വെയിറ്റ്, ഇതാണ് നമ്മളുടെ ഹിഡൻ ജം കേട്ടോ. ഞങ്ങൾ പുഴയ്ക്ക് പോയെന്ന് കേട്ടപ്പോ മേമയുടെ മോനെ സെലു അങ്ങോട്ട് വന്നിട്ടോ. റൈഡർ കണ്ണാപ്പി ഗായ്സ്. ഗായ്സ് കുളിസി. വെള്ളത്തിന്റെ കളർ കണ്ടപ്പോ ആദ്യം ഇറങ്ങാനൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഒഴുക്കുള്ള വെള്ളമാണല്ലോ, കെട്ടി നിൽക്കുന്ന വെള്ളമല്ലല്ലോ. അപ്പോ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. What are you guys doing? സെലുമാമൻ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ പണ്ടത്തെ എന്തൊക്കെയോ ഇവിടേക്കോ ഒരു ഓർമ്മ വന്നു. കിട്ടിയാ? നോക്കട്ടെ 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 നോക്കട്ടെ.
ഞങ്ങള് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ. ഇതിനിടയിൽ ഞാനും സെല്ലിയും കൂടെ ഒരു വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ട്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, നാളത്തെ പത്രത്തിലൊക്കെ വരേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. അധികം ആഴമില്ല, പിന്നെ നമുക്ക് നീന്താൻ അറിയാലോ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരവും ഒക്കെ വെച്ചിട്ട് ഞങ്ങളൊന്ന് അക്കരെ കിടക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിനിടയിൽ ഞാനൊന്ന് ചെറുതായി ഒഴുക്കിപ്പെട്ട്. ഭാഗ്യം കൊണ്ട് എന്തൊക്കെയോ അള്ളാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് കയറി. അവിടെ നിക്കണെങ്കിൽ ആ ഒഴുക്കുള്ള ഭാഗം മറികടന്ന് അങ്ങോട്ട് എത്തണം, അപ്പൊ നിക്കാം. അതിസാഹസികമായി പുഴ നീന്തിക്കടന്നവർ തിരിച്ച് ഒഴുക്കിനെതിരെ നീന്താൻ പറ്റാതെ പാലം വഴി കയറുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ അയ്യോ. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി. ഇതുപോലെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അതെ അതെ അതെ, റെയില് ശരിക്കും കണ്ടില്ലേ? ഇങ്ങനൊരു വഴിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അക്കരത്തെ ടീമായ. ദേ വന്നിരിക്കുന്നു നിന്റെ മ്യാമൻ. 2.5 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കളിച്ച് കയറുമ്പോൾ ഒരു അവസ്ഥ അറിയാലോ, നന്നായി വിശക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ മാമ അവിടെ നല്ല മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി തിന്നാണെങ്കിൽ 7up മസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനായിട്ട് പോവാണ് ഇവർ രണ്ടുപേരും, സെലും അലീനയും. മാമന്റെ കൂടെ പോയിക്കുന്നു. സ്റ്റിക്ക് വേണോ? ഓ സ്റ്റിക്ക് പൊടി. നല്ല ചോറ്, മയോണൈസ്, പിന്നെന്താ പറയാതിരിക്കാൻ വയ്യ, മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ ഒന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ല, എല്ലാം തീർത്തു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് മയങ്ങിട്ടാ. പിന്നെ മേമ ചായ പിടിക്കാൻ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. നല്ല കട്ടൻ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വീണ്ടും സംസാരിച്ചു, ഹേമിനെ കളിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ സമയം ചിലവഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ വിളിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. എല്ലാവരോടും ബായ് പറഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ സുഖവാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക്.